ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വീറ്റ് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഹെൽത്തിയാണ്, യമ്മിയാണ്, ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഒരു ബൗൾ വെച്ചിട്ട് ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പോളം ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ നമുക്കൊന്ന് കുഴച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പൊടിക്ക് മുന്നോട്ട് കുഴഞ്ഞെടുക്കുമ്പോഴത്തേക്കിന് ലൂസായി പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹലുവ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കേണ്ട. അപ്പോൾ ഭയങ്കര സിമ്പിളുമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. നമ്മളിവിടെ വീറ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമുക്ക് ഏത് മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ ബൗളോ ഒക്കെ എടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ പൊടി എടുക്കുക, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളമുണ്ട്. അപ്പോൾ അത് എടുക്കുന്ന എന്താ പറയുക, മെഷർമെൻറ്റ് കപ്പെങ്കിൽ കപ്പ്, അല്ലെങ്കിൽ ബൗളെങ്കിൽ ബൗൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് ആണെങ്കിൽ അത്, അതിനനുസരിച്ച് നമുക്ക് ആ ഒരു അളവ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മൾ കറക്റ്റ് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ നോർമലി ചപ്പാത്തിക്ക് എടുക്കുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സെയിം കപ്പിന് തന്നെ 3 കപ്പ് വെള്ളമാണ് കേട്ടോ, നോർമൽ വാട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 3 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പറ്റത്തില്ലെന്നല്ല, അങ്ങനെ ചെയ്യുന്നതിലും ബെറ്റർ ടേസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ്നെസ്സും നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഈ ഗോതമ്പൊടി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി വേണമെങ്കിൽ എടുക്കാം, പക്ഷെങ്കിൽ അതിലും ബെറ്റർ ഇങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കൊഴിച്ച ആ ഒരു ഡോവിൽ നിന്ന് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പാല് എടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ കൈകൊണ്ട് ഞെരടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പാല് കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് വേസ്റ്റായിട്ട് വരുന്ന സെപ്പറേറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മൾ കൈകൊണ്ട് നല്ല പോലെ തന്നെ ഞെരടി നമ്മൾ ഇതിൽ നിന്ന് എടുക്കാവുന്ന മാക്സിമം പാല് എടുക്കുക, ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുക്കുക കേട്ടോ. അതാണ് നമുക്കിവിടെ വേണ്ടത്. അതിൽ നിന്നുമാണ് നമ്മൾ പിന്നെ ഹൽവ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റേ നമ്മൾ ഈ ഗോതമ്പ് പൊടിക്കകത്ത് വെള്ളം കലക്കി നമ്മൾ ഒഴിച്ചാൽ അത് ഒരു തിക്കോടുകൂടി തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കുഴച്ച് പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാലായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് വേണ്ട ഒരു നല്ല രീതിക്ക് തന്നെ ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുക, ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു അരിപ്പയിലോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പം അതിൽ വേസ്റ്റ് വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെ വേസ്റ്റ് വരുന്നത് അവിടെ കിടക്കും. അപ്പം നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ച് മാക്സിമം അതിൽ നിന്ന് എടുക്കാവുന്ന പാല് നമുക്ക് എടുക്കാം കേട്ടോ. മാക്സിമം നമ്മൾ ഇതിൽ നിന്ന് പാല് എടുത്തിട്ട് വേണം നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിവിടെ ഒരു പാത്രം വെച്ചിട്ട് 2 ക്യൂബ് ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് ശർക്കര പാനി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 2 ക്യൂബ് ഇട്ടതിന് ശേഷം ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കങ്ങനെ ഒത്തിരി നേരം നോക്കി നിന്നിട്ട് ഒറ്റ നൂൽപ്പരും അങ്ങനെ ഒന്നും ആവണ്ട. നല്ലപോലെ ഈ ശർക്കര ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണേ. അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു പാത്രം, ഒരു വലിയ പാത്രം, ഉരുളിയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ചൂടാക്കിയ നമ്മുടെ ശർക്കര പാനി ഒരു ചെറിയ അരിപ്പയിലോട്ട് അരിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ തീ ഇപ്പോൾ ഓഫാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ അരിപ്പയിലോട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാലുണ്ടല്ലോ, പാലും കൂടെ നമുക്ക് ഈ ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ടെടുക്കാം. കാരണം അതിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് അരിപ്പയിലോട്ട് അരിക്കുക. അപ്പോൾ ഇപ്പോൾ തീ ഓൺ ആക്കിയിട്ടില്ല, തീ ഓഫിൽ തന്നെയാണ് കേട്ടോ. ഈ പാത്രത്തിലേക്ക് നമ്മളിതിപ്പം ശർക്കര പാനിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പിൻ്റെ പാലും കൂടെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്.
ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് നല്ലപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് തീ കൂട്ടി തന്നെ വെക്കാം ആദ്യം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഏകദേശം നമുക്കിതൊന്ന് കുറുകി വീഴും കേട്ടോ. നല്ലപോലെ ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഏകദേശം നല്ലപോലെ തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. അതിൽ നിന്നൊക്കെ ഒന്ന് നമുക്ക് കുറുകി കിട്ടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ അടിയിൽ നിന്നൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതാ കണ്ടില്ല, നല്ലപോലെ ഇളക്കി വേണം നമുക്ക് ഇനി ഇത് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഹലുവയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇളക്കലാണ് കേട്ടോ. അപ്പോൾ ഇളക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് എടുക്കണം. അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും നമുക്ക് ഈ ഒരു ഹൽവയ്ക്കൊക്കെ കിട്ടുന്നത്. അപ്പം നെയ്യ് ഒരു സ്കിപ്പ് ചെയ്യരുത്. അപ്പം നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഇളക്കി അതിൻ്റെ കറക്റ്റ് പരുവത്തിന് എടുക്കാൻ വേണ്ടി. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എടുക്കാനുള്ള പരുവമായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചൊഴിച്ച് വേണം നമുക്കിത് നല്ല രീതിയിൽ തന്നെ കളറൊന്ന് ചേഞ്ച് ആവുകയും അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു പരുവം വരെ നമ്മൾ ഇതുപോലെ നെയ്യ് ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു 30 മിനിറ്റ് നമുക്ക് മിനിമം ഇതിന് വേണ്ടി വരും കേട്ടോ, തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ അലുവ കിട്ടും, അടിപൊളി രുചിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഗോതമ്പൊടിയൊക്കെ എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ശർക്കരയും ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹൽവ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരല്പം ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഏലക്ക പൊടിച്ച് വെച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ ഏലക്ക പൊടിക്കുന്നത് സമയത്ത് വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാനിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഹൽവ വിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമുക്കിത് നല്ലപോലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് നിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കളറും ഒന്ന് നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ടൊക്കെ പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ക്യാഷ്നട്ട് ഇല്ലായിരുന്നു, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചുമ്മാ നമുക്കൊന്ന് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഏകദേശം കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറേ നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നമുക്കൊരല്പം തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കുകയൊന്നുമില്ല. അപ്പം നമുക്ക് തീ ഒരല്പം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി ഒന്ന് കൊടുത്ത് അതിന് കുറച്ചും കൂടെ ഒന്ന് മുറുക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നമ്മുടെ ഇതിൽ നിന്ന് വിട്ട് നിൽക്കുന്നുമുണ്ട്. കളറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് തൂകിയിട്ട് അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാ ഇങ്ങനെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹൽവയുടെ ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ പ്ലേറ്റിലേക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര സോഫ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലായിടത്തും ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാറാകാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾക്ക് കറക്റ്റ് ചൂടൊക്കെ ആറിയത് ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. നമുക്ക് പ്ലേറ്റിൽ നല്ല പോലെ തന്നെ വിട്ട് വരുന്നുണ്ട്. ഞാൻ എന്താ ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ
എത്ര സോഫ്റ്റാന്ന്, അതുപോലെ തന്നെ ഭയങ്കര യമ്മി ആയിരുന്നു കഴിക്കാൻ കേട്ടോ. വാലിടുമ്പോഴത്തേക്കിന് അങ്ങ് അലിഞ്ഞു പോകുന്ന പോലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ഇൻഗ്രീഡിയൻസ് കുറച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.